ഇനിമേൽ നീ ദാസനല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ഇനിമേൽ നീ ദാസനല്ല. ആ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിമേൽ നീ മറ്റുള്ളവരുടെ അടിമയല്ല. അതും കൂടെ പറഞ്ഞു കൊടുത്തേ. ഇനിമേൽ നീ അടിമയല്ല, അടിമയല്ല, അടിമയല്ല. ആ, നമ്മൾ പലതിനും അടിമകളാണ്, പലതിനും അടിമകളാണ് അല്ലേ? ഒരു പക്ഷെ മറ്റുള്ളവർ പറഞ്ഞൊരു വാക്കായിരിക്കും നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നു, അയ്യോ അയ്യോ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നീ ആ വാക്കുകൾക്ക് അടിമയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലകളിൽ സംഭവിച്ച ഏതെങ്കിലും സംഭവങ്ങൾ നിന്നെ അടിമപ്പെടുത്താം. ഇന്നലകളിൽ സംഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ അത് നീ ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ പറ്റിയല്ലോ, എനിക്ക് അങ്ങനെ പറ്റിയല്ലോ, എനിക്ക് അങ്ങനെ പറ്റിയല്ലോ, അല്ലേ? നീ അടിമയായി പോകും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണ്? ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, അടിമയല്ല, പിന്നെയോ പുത്രനാണ്, നീ പുത്രിയാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. ആമേൻ, ആമേൻ. തിരുവചനം നിന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് വലിയൊരു സൗഭാഗ്യത്തെക്കുറിച്ചാണ്, നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു സ്ഥാനമുണ്ടെന്ന്, നമുക്കൊരു വിലയുണ്ടെന്ന്, നമ്മൾ നിസ്സാരക്കാരല്ലെന്ന്. നമ്മൾ ആരാണ്? ദൈവമക്കളാണെന്ന്. നമ്മൾ ദൈവമകനാണ്, ദൈവമകളാണ്.